നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് ഏനാമാക്കൽ ഫേസ് കനാലിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് പൊട്ടിക്കുകയും ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ തുറന്നിടുകയും ചെയ്തു. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കോൾപ്പാടങ്ങളിലെ ചിറകളെല്ലാം തുറന്നിട്ടിരുന്നു. ഇടിയഞ്ചിറ വളയംകെട്ട് പൊട്ടിക്കുന്നതിനായി ഇറിഗേഷൻ അധികൃതർ വെള്ളിയാഴ്ച വൈകിട്ട് എത്തിയിരുന്നെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് പൊട്ടിച്ചില്ല. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വളയംകെട്ട് പൊട്ടിക്കുകയും വെള്ളമെല്ലാം ഒഴുകിപ്പോവുകയും ചെയ്തതിന് ശേഷം മഴ പെയ്യാതിരുന്നാൽ ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. CITU എടത്തിരുത്തി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂർ NLP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. CITU തൃശൂർ ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാജിദ അഷറഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, MK ഫൽഗുണൻ, KG സുഖദേവ്, NR ഖാൻ ജൂലിയേറ്റ്, PS ഷാഫി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് യവീന, KV ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം രക്ഷാധികാരിയായിരുന്ന തയ്യിൽ ജിനചന്ദ്രന്റെ 4ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി മുരിയാന്തോട് സേവാകേന്ദ്രം ഓഫീസിൽ അനുസ്മരണ യോഗം നടത്തി. ഷാലി വാഴപ്പള്ളി അധ്യക്ഷനായി. ഗിരി തയ്യിൽ, NS പ്രജീഷ് ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി പഠനോപകരണ വിതരണവും നടന്നു. ഡോക്ടർ അലോക്, ജിത അലോക്, ജിനി സുമേഷ് റേ, രാംദയാൽ, പ്രദീപ് MD എന്നിവർ ബാഗ്, നോട്ട്ബുക്ക്, കുട, ബോക്സ്, പേന, പെൻസിൽ എന്നിവടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സജീഷ് KD, വികാസ് തേനാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കൊറോണ കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ജിനിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത്. വളരെ സജീവമായിട്ട് സാമൂഹിക കാര്യങ്ങളിലും ഒപ്പം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജിനിച്ചേട്ടൻ്റെ വിയോഗം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ജിനിച്ചേട്ടൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ. കാരണം ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ കരുത്തും പിന്തുണയൊക്കെ നൽകിയിരുന്നത് ജിനിച്ചേട്ടനായിരുന്നു. വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ആ സ്വപ്നത്തിന് നിറങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ പിന്തുണയും നൽകിയത് ജിനിച്ചേട്ടനായിരുന്നു. +1 അപേക്ഷ സമർപ്പണം ഇന്നുകൂടി. 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പണം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ അപേക്ഷ നൽകാൻ സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപേക്ഷകൾ പരിഗണിച്ച് മെയ് 29-നാണ് ട്രയൽ അലോട്ട്മെന്റ് നടത്തുക. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും 2ാം അലോട്ട്മെന്റ് ജൂൺ 12-നും 3ാം അലോട്ട്മെന്റ് ജൂൺ 19-നും നടക്കും. ജൂൺ 24-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.